നമുക്കപ്പോ എ ഐയുടെ കാര്യങ്ങളൊന്നും പറയാതെ ഇപ്പൊ ഒരു എപ്പിസോഡും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് ബേസിക്കലി നമ്മള് ഒരു എല്ലാ കമ്പനീസിന്റെ ഒരു എ ഐ പ്രൊഡക്ട്സിന്റെ റിവ്യൂ, അല്ലെങ്കിൽ റിവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പം നല്ലതായിരിക്കണം. അപ്പൊ നമ്മുടെ അജുണ്ട്, അരുണുണ്ട്, അരവിന്ദ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാറ്റ് പ്ലസ് പ്ലസ്. സോ നമുക്കപ്പം ഗൂഗിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ശരി, നമുക്ക് ആ ഫാനോ ഭയനോ അങ്ങനെ ഒരു ശരി, ഗൂഗിൾ ആണല്ലോ ഇപ്പൊ റീസെന്റ് അയ്യോ ഒക്കെ ചെയ്ത്. അതെ, ഗൂഗിൾ കണ്ടായിരുന്നോ? ഗൂഗിളെ കണ്ടു, മൊത്തം കണ്ടൊന്നുമില്ല, കുറച്ച് ഹൈലൈറ്റ്സും എന്തൊക്കെ പ്രോഡക്ട്സ് റിലീസ് ചെയ്തു അതൊക്കെ കണ്ടു. ബേസിക്കലി ജെമിനൈ തീംഡ് ഒരു ഇപ്പൊ എനിക്ക് മിക്കവാറും അവരുടെ എല്ലാ ലോഞ്ചസും അവർക്ക് വിളിച്ച പേടിയോ എന്തോ പേടി അഭിനയിക്കുന്നതായിരിക്കും. ബട്ട് ആ കാച്ചപ്പ് പോലെ അങ്ങനെ ഒരു എനിക്കത് ക്യാച്ചപ്പ് അല്ല, എനിക്കൊന്ന് അവര് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഡിലേ ചെയ്യുന്നതാണ്. അത്ര സ്കെയിലില് ഉള്ള കമ്പനികള് എന്തൊരു പ്ലാൻ ആയിരിക്കും. ബിക്കോസ് അവർക്ക് ഓൾറെഡി നമ്മൾ എനിക്ക് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ ലൈക്ക് സെൽഫ് സഫീഷ്യന്റ് ആണ്, എൻവിഡിയ ഡിപ്പെൻഡന്റ് അല്ല വേണ്ടി. പിന്നെ എനിക്ക് അവർക്ക് സ്വന്തമായിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ലൈക്ക് പവർ എനിക്ക് അവർക്ക് അത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എനിക്ക് അത്ര പവറിനെ എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബോട്ടിൽ നെക്സ്റ്റ് ഈ എ ഐയിലോട്ട് വരുമ്പോഴത്തേന് ഡേറ്റ, ചിപ്സ്, പിന്നെ പവർ വേണമല്ലോ ഈ സാധനങ്ങൾ റൺ ചെയ്യാൻ. നമ്മുടെ ഗ്രിഡ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, നമ്മുടെ ഗ്രിഡ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് ലൈക്ക് ഒരു ഒരു 90s അന്നേരത്തെ ഒരു എനർജി റിക്വയർമെന്റിന് വേണ്ടിയാണ് അന്ന് ഡിസൈൻ ചെയ്തത്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മൾ കുറെ സർപ്പാസ് ചെയ്തു. ഗ്രിഡ് ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്തില്ല. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പവർ ജനറേഷൻ മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒന്നും ഹോൾഡ് ചെയ്തില്ല. അപ്പൊ മേ ബി ഒരു ന്യൂ ചിലപ്പം ഇത്രയും ട്രെയിനിങ്ങും ഇത്രയും ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒന്നും അവര് എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. മേ ബി ലൈക്ക് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എനർജി, ആ ഒരു ഓൾട്ടർനേറ്റ് എനർജി സോഴ്സിലോട്ടൊക്കെ ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഈ കമ്പനീസിന് മേ ബി സ്വന്തമായി പവർ ലൈക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും പവർ ജനറേറ്റ് ചെയ്യാൻ. പോസിബിൾ ആയിരിക്കും. ഇനി നമ്മളൊന്ന് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസി അവോയ്ഡ് ചെയ്യാനും കമ്പനീസ് ഇനി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇപ്പം ഒരു സോവർജിൻ എ ഐ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്കൊരു കൺട്രിയുടെ എ ഐ ആ കൺട്രി ഡിസൈൻ അങ്ങനെയാണല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാ എ ഐ കമ്പനീസും പ്രിഡോമിനന്റ്ലി അമേരിക്കൻ കമ്പനീസ് ആണ്. അപ്പം ലൈക്ക് എ ഐ ആണല്ലോ, ഒരു സേഫ്റ്റി ത്രെറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൺട്രീസ് ന്യൂക്ലിയർ പവർ ആണ് പറഞ്ഞതുപോലെ ചൈനയ്ക്കുണ്ടല്ലോ ഡീപ് സീക്ക്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യ ആസ് എ കൺട്രിയും കുറെ അവര് സർവം എ ഐ എന്ന് പറഞ്ഞൊരു സാധനം ഒരു കമ്പനി ചൂസ് ചെയ്തു. സോവർജിൻ എ ഐ മോഡൽ ജനറേറ്റ് ചെയ്യാനോ എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു സാധനം. ഈ ഇടയ്ക്ക് ട്വിറ്ററിനകത്ത് ഭയങ്കര ഒരു ബിക്കോസ് അവർ പുതിയൊരു മോഡൽ റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പം അതിന് ആരോ ട്വീറ്റ് ചെയ്തു, അതിന് ഡൗൺലോഡ്സ് ഒന്നും ഇല്ല, ഇതിന് യൂട്ടിലിറ്റി ഇല്ല. സോ അത് പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു വെൽ ഡിസൈൻ, ഒരു വെൽ റിട്ടൺ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവരെങ്ങനെയാണ് അത് ചെയ്തത്. അവരുടെ ആക്ച്വലി ഒരു എക്സിസ്റ്റിംഗ് മോഡൽ അവർ ട്യൂൺ ചെയ്തതോ അങ്ങനെ എന്തോ ഒരു അവരുടെ ആക്ച്വൽ മോഡൽ പോലും അല്ലായിരുന്നു തോന്നുന്നത്. പക്ഷെ ഒരു കുറെ ട്രോൾ ചെയ്യപ്പെട്ടു. മറ്റേ ഇത് പറഞ്ഞപ്പോ മറ്റേ ലിങ്ക്ഡിനകത്ത് മറ്റൊരു അക്വിസിഷൻ നടന്നായിരുന്നു ഒരു കമ്പനി, മറ്റേ VW Paras Chopra. So it was bought by Ventures for something around
$200 million. Okay. Some X amount. The current Ah. figures and government. Mm. And then I saw that people started putting posts that if at all there needs to be an AI that is from India, Mm. he should be leading. Oh, wow. Okay. അത്രയും people അവരെ trust ചെയ്യുന്നുണ്ട്. Ah. So he should start the next company based on this. Okay. ഇപ്പം ഇന്ത്യക്ക് തന്നെ ഒരു മോഡൽ വേണമെന്നുണ്ടോ? ലൈക്ക് നമ്മള് ലൈക്ക് എക്സിസ്റ്റിംഗ് മോഡൽസ് നല്ലപോലെ യൂസ് ചെയ്യാൻ പഠിച്ചാലും ബിക്കോസ് എനിക്കറിയില്ല മേബി വേണോ വേണ്ടത് അല്ല, എനിക്കറിയില്ല. ഇന്ത്യക്ക് ഒരു മോഡൽ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ആസ് എ കൺട്രി ഇപ്പൊ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് എവറി കൺട്രി അവരുടേതായിട്ടുള്ള ഒരു എ ഐ ടെക്നോളജി അല്ല, ബേസിക്കലി മോഡൽ അവരുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്ട്രോങ് പവർ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. എനിക്ക് യൂട്ടിലിറ്റി അൺലോക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും മേ ബി. ബിക്കോസ് ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, ആസ് എൻഡ് യൂസേഴ്സ് കൺസ്യൂമേഴ്സ് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു ഗവൺമെന്റൽ ബോഡി അല്ലെങ്കിൽ ഇപ്പൊ ആർമി, ഇവിടെയെല്ലാം സെൻസിറ്റീവ് ഡേറ്റ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് ചുമ്മാ ഒരു AI ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതും ശരിയാണ്. പിന്നെ നമ്മളിപ്പം ഓപ്പൺ AI പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പം ഫീഡിങ് ദം ഡേറ്റ. എക്സാക്ട്ലി they are going to know what is happening in our defense and that's a threat. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മോഡൽ അവിടെ ആ കേസിൽ നീഡ് വരും. പിന്നെ എനിക്കറിയില്ല, നമുക്ക് പല രീതിയിലും മേ ബി നമ്മുടെ ഗവൺമെന്റ് സാധനങ്ങളൊക്കെ എഫിഷ്യന്റ് ആക്കായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ മേ ബി ഒരു പല പല ലാംഗ്വേജ്, ബിക്കോസ് ഇന്ത്യയിൽ കുറേ ലാംഗ്വേജസ് ആൾക്കാർ സ്പീക്ക് ചെയ്യും, റൈറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ യൂണിഫൈ ചെയ്തോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ബാക്കി ആൾക്കാർക്ക് വായിക്കാനോ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മോഡൽസ് വേണം. മേ ബി സാൻസ്കൃത് ട്രെയിൻ ചെയ്ത മോഡൽസ് അല്ലെ മലയാളം അല്ലെ കന്നഡ തമിഴ് ഇതിലെല്ലാം ട്രെയിൻ ചെയ്ത മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോ മേ ബി അങ്ങനെ ഒരു യൂസ് കേസ് ഒക്കെ വരാം. സോ ഇറ്റ് ഡിപ്പെൻസ്, നമുക്കറിയില്ല. അത് ശരിയാണ്. പിന്നെ എനിക്ക് ഈ സർവമേയ അത് വന്നപ്പം എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ, എനിക്കറിയത്തില്ല അത് ഇന്ത്യൻ നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെയാണ്, കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, സെലക്ട് ചെയ്തത്. ഐ എം നോട്ട് ഷുവർ വൈ, ബിക്കോസ് ഞാൻ ആ പോസ്റ്റിന്റെ അടിയിൽ കുറെ കമന്റ്സ് കണ്ടു, ഇവരൊക്കെ കൂടുതലല്ല, ഹൗ ഡു യു ജഡ്ജ് അങ്ങനെ കുറെ പോസ്റ്റ് അവരെ കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഐ ഡോണ്ട് നോ വൈ നമ്മള് എനിക്ക് തോന്നുന്നു ഐഡിയലി വി ഷുഡ് ബി എൻകറേജിങ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബിക്കോസ് ആരെങ്കിലും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവർക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ പോലും India as a country, I think we should be more supportive towards that, such that we will also have that power. ഇപ്പം നമുക്ക് ബിക്കോസ് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മറ്റേ ഓപ്പൺ എയുടെ സാം ഓൾട്ട്മാൻ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റർ ചോദിച്ചായിരുന്നു ക്യാൻ വി മേക്ക് ദിസ് മോഡൽ. അപ്പം പുള്ളി ഒരു കൊച്ചിങ്ങനെ അങ്ങനെ ഒരു വേ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് അതിപ്പം പുള്ളി വേറെ ഒരു പെർസ്പെക്റ്റീവോ ഒരു ആംഗിളോ ആയിരിക്കും പറഞ്ഞത്, ലൈക്ക് വൈ ഡു യു വാണ്ട് ടു റീക്രിയേറ്റ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫേസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയും ലൈക്ക് ഇറ്റ്സ് നൈസ് ടു ഹാവ്, ഇറ്റ്സ് ഗുഡ് ടു ഹാവ്, ഇഫ് someone is getting that done, I think we should be more encouraging for that people so that we have. Even എനിക്ക് ജിയോ കുറെ പൈസ ഇറക്കിയിട്ടുണ്ട്. ജിയോ they are also into the technology space. അവരുടെ കമ്പനി കുറെ ഡേറ്റാ സെന്റേഴ്സും കുറെ കാര്യങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനെയുള്ള ആൾക്കാർ വിചാരിച്ചാല് നമുക്ക് ഇന്ത്യ ആസ് എ കൺട്രി അതിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ലൈക്ക് ബിക്കോസ് വി ഹാവ് ദാറ്റ് ബ്ലോക്ക്ചെയിൻ പോപ്പുലർ ആയ സമയത്ത് ജിയോ കുറെ ജിയോ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ സാധനങ്ങളോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ആ ഡിജിറ്റൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജിയോ ആണ്. ജിയോ അത്രയും ചീപ്പായിട്ട് സാധനങ്ങൾ ഇറക്കിയപ്പോഴാണ് കോമ്പറ്റീഷൻ. ബിക്കോസ് ഇപ്പോഴും ഇത്രയും ഡെവലപ്ഡ് ആണെങ്കിൽ പോലും ഞാനിപ്പോ കണ്ടേക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ US പോയി കഴിഞ്ഞാൽ ഒരു ഇന്റർനെറ്റ് ആണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി. പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, UPIs, payment is very difficult in US. I know that US is way ahead in all the perspectives maybe, but നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ അത് നല്ല വൃത്തിക്ക് സോൾവ് ചെയ്യണം. Payment is like solid in India and way ahead from when compared to other countries.
അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അപ്പം അത് നമ്മൾ UPI ട്രാൻസാക്ഷൻസ് ആക്ച്വലി വിസയുടെ മൊത്തം ട്രാൻസാക്ഷനെക്കാട്ടിലും അല്ല അപ്പൊ ആ ഒരു പെർസ്പെക്ടീവ് നോക്കുമ്പോൾ നമ്മൾ ഇനി ആസ് എ കൺട്രി ഒരു AI ഉണ്ടാക്കിയാൽ തന്നെ മേ ബി ഇറ്റ് ക്യാൻ ചേഞ്ച് ദ വേ ഇൻ വിച്ച് തിങ്സ് ആർ വർക്കിംഗ് ആൻഡ് ബിക്കോസ് നമുക്ക് ഇത്രയും ഡൈവേഴ്സ് കൾച്ചറും ഡൈവേഴ്സ് ലാംഗ്വേജസ് ഉണ്ടായുണ്ട്. ഐ തിങ്ക് വി ക്യാൻ ഡു എ ബെറ്റർ വർക്ക്. ബട്ട് അതിന് എല്ലാരും കൂടെ ഒന്ന് വിചാരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നമ്മള് പിന്നെ നമ്മൾ പറഞ്ഞു തന്ന സാധനം ഗൂഗിൾ, നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഗൂഗിളിൽ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ച് പ്രോംപ്റ്റ് കൊടുക്കും, ഡിസൈൻസ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ ഞാൻ സ്പ്ലിറ്റ് വൈസ് ഒരു ക്ലോൺ ഉണ്ടാക്കാൻ നോക്കിയത്. ഫീൽ ചെയ്തത് എനിക്ക് വെരി സിമ്പിൾ ആയിരുന്നു, അത്ര സിമെട്രിക്കൽ ഒന്നും അല്ലായിരുന്നു. ഡെമോയിൽ ഇതൊന്നും വെരി പെർഫെക്റ്റ്. നല്ല ഡെമോ ആയിരിക്കും. 2 വർഷം മുമ്പ് മറ്റേ ഗൂഗിൾ അസിസ്റ്റന്റ് കോൾ ചെയ്യുന്ന, പക്ഷെ അത് ഇപ്പോഴും വന്നിട്ടില്ല സാധനം. നമ്മൾ വെയിറ്റിംഗ് അവർ കുറെ കാര്യങ്ങൾ ചെയ്യാം. അന്ന് അവര് അങ്ങനെയാണ് അവരത് ഷേക്ക് ചെയ്തത്. അതൊരു ലിങ്ക്ഡ് പോസ്റ്റ് ആയിരുന്നു. ഗൂഗിൾ ചിലപ്പോ എല്ലാം കാണിക്കുമ്പോ അവര് നല്ല വലുതാണ്. പക്ഷെ എനിക്ക് സ്റ്റിച്ചേഴ്സ് അവര് പെട്ടെന്ന് ചെയ്തു. ഞാൻ അതിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത ഒരു ടൂളുണ്ട്, കിലിയോ എന്ന് പറയുന്നത്, ഡിസൈൻ ടൂൾ. അപ്പം I think it was very fast acquisition. Very recent ആയിട്ട് അത് അവരെ അക്വയർ ചെയ്തു. അതിനെ എന്നിട്ട് അത് പോളിഷ് ചെയ്ത് അത് സ്റ്റിച്ച് എന്നുള്ള പേരിലാക്കി അത് അവര് എക്സ്പോർട്ട് ചെയ്തു. That's what I think. So അതിനുള്ള ഒരു ടൈം ഫ്രെയിം പോലും എനിക്ക് തോന്നില്ല അത് കിക്ക് ചെയ്ത് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട്. ബിക്കോസ് നമ്മളിത് കാണുമ്പോൾ ഗിലിയോ ആസ് എ കമ്പനി ഒരാൾക്ക് അത്രയും ഒത്തിരി പോപ്പുലർ അല്ലായിരുന്നു നമ്മുടെ സൈഡിൽ. ഞാൻ ആക്ച്വലി ഓർത്തത് സ്റ്റിച്ച് ഗൂഗിളിന്റെ അവസാനം they bought this company, then they made it as Google product Stitch, and they showed it out. But എനിക്ക് പക്ഷേ ഗിലിയായിരുന്നു ഇഷ്ടം. ഇച്ചിരി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ ലൈക്ക് ദി ഔട്ട്പുട്ട് ഈസ് up to the mark because അതിന്റെ ഫിനിഷും അതിന്റെ കാര്യങ്ങളൊക്കെ അത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. അവരാ കാണിച്ചേക്കുന്ന രീതിയിലല്ല. സ്ലോ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഇത് ഞാൻ പ്രോംപ്റ്റ് ഞാൻ ആക്ച്വലി പോയി തിരിച്ചു വരുമായിരുന്നു, കാരണം ഇമീഡിയറ്റ്ലി റെസ്പോൺസ് കിട്ടിയില്ല. ഞാൻ പിന്നെ അതിനകത്ത് എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ട്രൈ ചെയ്തു, അങ്ങനെ ട്രൈ ചെയ്തില്ല. ബിക്കോസ് ലവബിൾ ആയിരുന്നു. പിന്നെ സ്റ്റിച്ചിന്റെ ഒരു പ്രത്യേകത സ്റ്റിച്ച് ഫ്രീ ആയി. സ്റ്റിച്ച് അതൊരു അയ്യൊക്കെ കാണിച്ചത് എല്ലാ പ്രൊഡക്റ്റിന്റെ അവൈലബിൾ അല്ല. ഗൂഗിൾ AI മോഡോ എന്ന് ഗൂഗിളിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് US മാത്രമേ. അത് ഇവിടെ ഇല്ല. ബാക്കി ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവര് വേൾഡ് വൈഡ് അത് റിലീസ് ഭയങ്കര ഒന്നും നമുക്ക് ആക്സസിബിൾ അല്ലല്ലോ. വിയോ അടുത്ത പ്രോഡക്റ്റ് ആണ്, മറ്റേ വിയോ 3. അപ്പം ഗൂഗിൾ വിയോ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഒരു ഗെയിം ലൈക്ക് ഡെമോ കണ്ടിട്ട് ഭയങ്കര ഒരു സീന് മറ്റൊരു വേറൊരു വീഡിയോ ഇങ്ങനെ റീസെന്റ് ഇങ്ങനെ വൈറലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ this is done with in association with an Oscar director. ഒരു ആർമിയുടെ ഒരു പെണ്ണ് ഇങ്ങനെ നമ്മുടെ കരഞ്ഞോണ്ട് ഇങ്ങനെ ലൈക് നോട്ട് കരഞ്ഞ്, ഷീസ് ഓൺ ദ ബെഡ് and she's taken to the ICU or something like that. ആ ഒരു സീൻ with the music അത് കണ്ട ഭയങ്കര റിയലിസ്റ്റിക്. ഇത് ഇങ്ങനെയും പറ്റുമെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോകും. ബിക്കോസ് ലൈക്ക് ഇറ്റ്സ് വെരി റിയലിസ്റ്റിക്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ അതൊന്ന് ട്രൈ ചെയ്തു. അതിന്റെ ഒരു അയലോകത്ത് വരത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കണം. നമുക്ക് അത്രയും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ടിൽ അത്രയും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോംപ്റ്റ് അത്രയും ഭയങ്കര കൂടുതലായിരിക്കണം, അത്രയും ഡീപ്പായിട്ടുള്ള പ്രോംപ്റ്റ് ആയിരിക്കണം. പക്ഷെ എന്നാലും നമുക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ ഈ സ്റ്റോറി കൈൻഡ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും വന്നത്. പിന്നെയും എനിക്ക് തോന്നുന്നു ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ഒബ്ജക്ട്സ് ആണ്. എന്ന് വെച്ചാൽ പാനിനകത്ത് നമ്മളൊരു ഹ്യൂമൻസ് ഇല്ലാത്ത
വീഡിയോസ് ഒക്കെ മോർ റിയലിസ്റ്റിക് ആണ്. മോർ റിയലിസ്റ്റിക് ആണ്. അതാണ് ബേസിക്കലി ഞാനിപ്പം നമ്മളിപ്പോ നോക്കിയത്. അല്ലേ ലൈക്ക് ആനിമേഷൻ ഓൾസോ ഐ തിങ്ക് ഇറ്റ് ബി ഗുഡ് ഫോർ I think it would be good if you are making like kid stories. യൂട്യൂബ് വീഡിയോസ്. അങ്ങനെ ഒരു സ്കോപ്പിൽ നല്ലേ ഒരു യൂട്യൂബ് വീഡിയോസ് ചാനൽ ലീക്ക് ചെയ്തേ. അല്ല, ബിക്കോസ് ലൈക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടും റിയാലിറ്റീസ് ഒക്കെ വന്നപ്പോൾ ഔട്ട്പുട്ടും ഡിഫറെന്റ് ആയിരുന്നു. അപ്പം അല്ല എനിക്കെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ പ്രോംസ് ഒക്കെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ പ്രോംപ്റ്റിംഗ് ഒരു ന്യൂ വേർഡാണ്. ഓക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം എഴുതി, നമ്മളത് വേറൊരു ഏജന്റിനെ ഇൻപുട്ട് ആയിരിക്കും, എന്നിട്ട് നമ്മൾ വേറൊരു ഏജന്റിനെ ആ പ്രോംപ്റ്റ് കൊടുത്ത് റിഫൈൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ആക്ച്വലി ഒറിജിനൽ ഏജന്റിന് ആ പ്രോംപ്റ്റ് കൊടുക്കുക. സോ അങ്ങനെ ഇപ്പം ജെമിനൈക്ക് നമ്മൾ അല്ലെങ്കിൽ ഈ വിയോയ്ക്ക് നമ്മൾ പ്രോംപ്റ്റ് എഴുതുന്നത് മേ ബി നമ്മൾ ChatGPT വഴിയായിരിക്കും. മേ ബി വേറൊരു മോഡല് കുറച്ചുകൂടെ എന്തുവാ സ്റ്റോറീസ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മോഡലുള്ള സാധനത്തിന് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിന് ഇൻപുട്ട് ഉള്ളത്. എനിക്കത് വേറൊരു കാര്യം, എനിക്കത് ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്ത് വായിച്ചപ്പോഴാണെങ്കിൽ ദി ഓൺലി ഒരു പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ അവര് മ്യൂസിക് ആൻഡ് ഓഡിയോ ഇന്റഗ്രേറ്റ് ചെയ്യും. So that creates an emotion for that video. അപ്പം മറ്റേ സോറയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ സോറ യൂസ് ചെയ്തു 4 സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഷോർട്ട് വീഡിയോസ് ആണ്. പക്ഷെ ദ പ്രോബ്ലം ഇസ് ഓഡിയോ ഇല്ല. ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇമോഷൻസ് അത് റിയലിസം ഫീൽ ചെയ്യത്തില്ല. അത് എനിക്ക് തോന്നുന്നു ഗൂഗിൾ ഹാസ് ഡൺ ദാറ്റ് തിങ്, ലൈക്ക് it creates background music and all of those things. So that way it is kind of good. അത് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആവും. പക്ഷെ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ് എത്തിയിട്ടില്ല. ലൈക്ക് അത് കംപ്ലീറ്റ് ഒരു ഡെമോ ചില ആൾക്കാരൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് Veo 3 മൂവി ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാനുള്ള. ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ഹോളി ഗ്രെയിൽ കാണുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോ മൂവി കാണുന്ന എങ്ങനെയാ, നമ്മളൊരു നെറ്റ്ഫ്ലിക്സിൽ പോകും, നമുക്ക് നമ്മളിരിക്കുന്ന മൂഡിലുള്ള ഒരു ജോൺറയിലുള്ള ഒരു മൂവി നമ്മൾ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ ആ മൂവി പ്ലേ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് മേ ബി ഡൗൺ ദ ലൈൻ നമ്മള് മേ ബി ജെമിനിയോട് പറയായിരിക്കും അല്ലെങ്കിൽ വിയോട് പറയായിരിക്കും, ഓക്കെ ഐ മീൻ ദിസ് മൂഡ്, എനിക്ക് ദിസ് ടൈപ്പ് ഓഫ് മൂവിയാണ് വേണ്ടത്, ഇന്ന ആക്ടേഴ്സ് ആണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ മേ ബി നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട്സ് ഒക്കെ എടുത്തിട്ട് അതൊരു മൂവി നമുക്ക് തരും. അല്ലാതെ നമ്മളിങ്ങനെ മൂവി ഷൂട്ട് ചെയ്ത് അങ്ങനെ ഓൺ ഡിമാൻഡ് നമ്മൾ സ്ട്രീം ചെയ്യുന്ന പോലെ ഓൺ ഡിമാൻഡ് മൂവി ജനറേറ്റ് ചെയ്യണം. അതെ, മേ ബി ഒരു എന്താ ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. റെവല്യൂഷൻ. കുറെ ഡയറക്ടേഴ്സിനെ ഇങ്ങനെ ക്രിയേറ്റീവ് ആൾക്കാരെയും ഡിസ്റ്റർബ് ചെയ്തില്ലേ. അതിന്റെ ഇഷ്യൂ ഡിസ്റപ്റ്റ് ഡിസ്റപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്റ്റഫർ നോളൻ പോലെ. അപ്പം ഡെഫിനറ്റ്ലി റേറിറ്റി ഉണ്ടാകുമ്പോഴാണ് സാധനത്തിന് വാല്യൂ വരുന്നത്. അപ്പൊ മേ ബി ഹ്യൂമൻ കണ്ടന്റിന് ചിലപ്പം വാല്യൂ കൂടുമായിരിക്കും. അതൊരു കറക്റ്റ് ഒരു സാധനമാണ്. ലൈക്ക് അങ്ങനെ വരുമ്പം ഇനിയും അതിന് ആ ഹ്യൂമൻ സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പൈസയും കൂടി people have to pay a lot to get that. ഇത് പറയുമ്പോഴേക്കും ഈ മീഡിയം ആർട്ടിക്കിൾസ് അറിയില്ലേ, ഇപ്പൊ ഒത്തിരി ജനറേറ്റഡാ. നമ്മള് വായിക്കുമ്പോഴേ മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് അതെ. ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് ആക്ച്വൽ ഓത്തർ എഴുതുന്നതാ. ആ ഒരു ഫ്ലോ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്. മേ ബി എന്താ പറയാ, ആ ഒരു പേഴ്സണാലിറ്റി മിസ്സിംഗ് എല്ലാം ഭയങ്കര ജനറിക് പീപ്പിളിന് കുറെയൊക്കെ റോബോട്ട്സും ഇതൊക്കെ വരുമ്പോ അത് ആ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഒക്കെ നമ്മൾ എനിക്ക് അത് ശരിയാ. പിന്നെ നമ്മള് പേ ചെയ്യുന്നത് ഒരു ഹ്യൂമനുമായിട്ട് ഇരിക്കുന്ന ഹ്യൂമനെ ഇമോഷൻ അറിയുമ്പോൾ അതിനു വേണ്ടി ആയിരിക്കും ഇനി പീപ്പിൾ പേ ചെയ്യാൻ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്ത very conversationally really good. റിസർച്ച് പ്രിവ്യൂ നമ്മൾ കറക്റ്റ് ലിങ്ക്. പക്ഷെ ബ്ലൂ ആർ മൈൻഡ് അതിനൊക്കെ ഞാൻ ഞെട്ടി. പിന്നെ ഫുൾ ടൈം യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാരും ഞെട്ടിപ്പോയി. ഞാനാണ് ഫസ്റ്റ് നോക്കിയത്. എന്നിട്ട് അർണെ കാണിച്ചപ്പം
ഇതിലെല്ലാം പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? yes. നമ്മള് എല്ലാവരും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഞങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാരും നമ്മളോട് പറഞ്ഞു ഡൂഡ് റിയലി ഇൻട്രസ്റ്റിംഗ്. അത് മറ്റേ ഹെർ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഓർമ്മയാവുന്നത്. ശരി ശരി, ആ ഒരു റിയാലിറ്റിയിലോട്ട് വേഗം എത്തുമെന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഓവറോൾ നമ്മള് ഇനി പറഞ്ഞ ആ പോയിന്റ് ഓഫ് ആംഗിൾ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. വെച്ചാൽ ബിക്കോസ് ഹ്യൂമൻ ലൈക്ക് എക്സ്പീരിയൻസസിന് ഞാൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറെ കോഡ് ചെയ്ത് കുറെ സിസ്റ്റംസ് ഉണ്ടാക്കി. We have reached now a state where in which we want to move to earth. ആ ഒരു നേച്ചർ ഫീലിംഗ് വളരെ കുറെയൊക്കെ ഫാമിങ്ങും ഫാം ലാൻഡും ഒക്കെ കുറെ ഡിസ്കസ് ചെയ്യുന്നു. ബിക്കോസ് ഐ തിങ്ക് we are and we somewhere we want to pay also. We are ready to pay for that experience. ആൻഡ് പണ്ട് പറയത്തില്ല, കോവിഡിന്റെ സമയത്ത് കുറെ പേര് റൂമിനകത്ത് ഇരുന്നിരുന്ന് മടുത്ത് ദ മൊമെന്റ് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി. ഇപ്പം എവറി വൺ വാണ്ട്സ് ടു ട്രാവൽ ആൻഡ് നോ വൺ വാണ്ട്സ് എ ഹോട്ടൽ. എയർബിഎൻബിയുടെ ഒക്കെ റേറ്റ്സും എ ഫ്രെയിംസ് ഗ്ലോബ് അങ്ങനത്തെ എല്ലാം എക്സ്പീരിയൻസസ് ആൾക്കാർക്ക് പേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് എനിക്ക് പോസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് ഹ്യൂമൻ ലൈക്ക് മൂവീസ് കാണാൻ, ഹ്യൂമൻ ക്രിയേറ്റഡ് മൂവീസ് കാണാൻ ഇത് വരും. ഇമേജ് ജെൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ നോക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ഗൂഗിളിന്റെ തന്നെ അത് അവർ കുറെ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തു. എന്ന് വെച്ചാൽ ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് എസ്പെഷ്യലി ആർട്ടിസ്റ്റിക് ഫോർമാറ്റ്സ് ഇച്ചിരി ഒരു നല്ലതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ഫെൽറ്റ് ഇറ്റ് ഇസ് ഇംപ്രൂവ്. വേറൊരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗ്ലാസസ് ആൻഡ്രോയിഡ് VR, ആൻഡ്രോയിഡ് എക്സാർ അത് പിന്നെ എനിക്ക് തോന്നിയ ലൈക്ക് മെറ്റ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റ ഗ്ലാസസ് ഗൂഗിൾ ആണ് ഗ്ലാസ് ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ ഫെയിൽ ആയി. അന്ന് ഭയങ്കര അഹെഡായിരുന്നു. ശരിയാണ്. അവരിപ്പോ 2 പ്രോഡക്റ്റ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മറ്റേ സാംസങ്ങുമായിട്ട്, മറ്റേ ആപ്പിളിന്റെ വിഷൻ പ്രോ ആയിട്ട് കമ്പീറ്റ് ചെയ്യാനായിട്ട് സാംസങ്ങുമായിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് മെറ്റ ഗ്ലാസസിനെ കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇതുള്ളത്. ഗൂഗിൾ ബേസിക്കലി വെയിറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള റിലീസ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ് ചെയ്യാൻ. അതെനിക്ക് അത്ര വലിയ അതെനിക്ക് അത്ര അവർ കാണിച്ചു നാവിഗേഷൻ ലൈക്ക് അത് സിമിലർ ആയിരുന്നു. മറ്റേ വേറൊരു സാധനം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ സ്മാർട്ട് ചെക്ക് ഔട്ട് ആൻഡ് AI മോഡ് ഷോപ്പിംഗ്. ട്രൈ ഔട്ട് അതൊരു റെവല്യൂഷൻ. ലൈക്ക് ഇപ്പൊ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന എക്സ്പീരിയൻസും ഇപ്പം ഈയിടയ്ക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വരുവാണെങ്കിൽ ദ വേ ഇൻ വിച്ച് ദേ ഹാവ് റീഡിഫൈൻ ദ ഷോപ്പിംഗ് അത് കംപ്ലീറ്റ്ലി ഗെയിം ചേഞ്ച് ആണ്. സ്മാർട്ട് ചെക്ക് ഔട്ടും ട്രൈ ഓൺ ആ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ട്രൈ ഓൺ തന്നെ ആ ഫീച്ചർ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളൊരു എങ്ങനെ നമ്മളിപ്പം പിന്നെ അത് ആക്ച്വലി ഡിറ്റക്ട് ചെയ്യും എന്ത് ടൈപ്പ് പിന്നെ മെറ്റീരിയൽ ആണ്. അതനുസരിച്ച് നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത്തിരി ഇപ്പം കയ്യിൽ കുറച്ച് താഴോട്ട് എടുക്കുന്ന മെറ്റീരിയൽ ഇപ്പം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതെല്ലാം അത് ഡിറ്റക്ട് ചെയ്ത്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് റിവ്യൂസ് നോക്കിയായിരുന്നു ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ. ഇപ്പൊ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്ലോത്ത്സ് മാത്രം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് അവർ ഇച്ചിരൂടെ ബാക്കിയുള്ള സ്റ്റോഴ്സുമായിട്ട് ഇച്ചിരൂടെ പാർട്ട്ണർ ചെയ്യായിരിക്കും. ലൈക്ക് സാറ ഫാഷൻസോ ഇങ്ങനെ വലിയ വലിയ ബ്രാൻഡ്സിനെ അവർ ടൈ ഓഫ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പൊ ഗ്ലാസസ് ആണെങ്കിലും റീബാനുമായിട്ട് മറ്റേ ടൈ ഓഫ്. അതുകൊണ്ടാണല്ലോ ആ റീബാൻ അത് കുറെ ഒക്കെ ആ ബ്രാൻഡ് വാല്യൂ ഉണ്ട് ഓൾറെഡി. അതുപോലെ എനിക്ക് തോന്നുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവരും ടൈ അപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലോത്ത്സും ദ മോർ ഫീച്ചേഴ്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. അത് മാത്രമല്ല ചെക്കിംഗ് ഔട്ട് പ്രോസസ്സ്, നമ്മുടെ ഈ കാർഡ് ഡീറ്റെയിൽസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫുള്ളി ഇന്റിഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുക, ട്രൈ ചെയ്യുക, ആ മണി ട്രാൻസാക്ഷൻ അതെല്ലാം പ്രോപ്പർ ആയിട്ട് അവര് ഒരു ഡിഫറെന്റ് വേ ഓഫ് ഷോപ്പിംഗ്. അതാണ് അവര് റീഇമാജിനേഷൻ ഓഫ് ഷോപ്പിംഗ്. ഹൗ യു നോർമലി നമ്മൾ ചെയ്തതിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ട് അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഡൂവബിളും ആണ് അവർക്ക്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫാൻസി യൂസ്ഫുൾ അങ്ങനത്തെ കുറച്ച്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ആ പ്രോഡക്റ്റിൽ എനിക്ക് ഇച്ചിരി ഒരു വിശ്വാസമാണ് ലൈക്ക് അത് അവർ പറയുന്നത് പോലെ വരുമെന്ന്. ബിക്കോസ് അതൊരു യൂസർ ഫ്ലോ മാറ്റി ഇച്ചിരി AI എലമെന്റ്സ് ആഡ് ചെയ്തെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ എനിക്ക് തോന്നുന്നു AI മോഡ് സെർച്ച് പെർപ്ലെക്സിറ്റിയുടെ പോലത്തെ ഒരു ഫീച്ചർ ഇപ്പൊ അവർ ആഡ് ചെയ്തു. മറ്റേ AI മോഡ് അവർക്ക് ഇച്ചിരി പേടിയായി, കാരണം പെർപ്ലെക്സിറ്റി ഭയങ്കരമായിട്ട് വൈറലായി. പെർപ്ലെക്സിറ്റി ലാബ്സ് എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യുന്ന സാധനം
അതിനിപ്പോ ചെയ്യാം ബേസിക്കലി. അതായിരുന്നു മറ്റേ അരവിന്ദ് ശ്രീനിവാസിന്റെ ഡെമോ. ഒരു ഞാൻ കറക്റ്റ് കണ്ടില്ല, പക്ഷെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യുന്ന എന്തുവാണോ ആ ജോബ് ബേസിക്കലി ചെയ്യുന്ന ഒരു ഏജന്റ്. പിന്നെ അത് അവനെന്തോ പേ ചെയ്യുന്ന ഡേറ്റ ഇപ്പൊ ഫ്രീ ആണോ അങ്ങനെ എന്തോ ഒരു സാധനമാണുള്ളത്. even the stock data of the അങ്ങനെ എന്തോ അത് നേരത്തെ ബ്ലൂബർഗിൽ പേ ചെയ്ത് മേടിക്കണം. അതിപ്പോ ചില സ്റ്റോക്ക് ബ്രോ അത് ഡേറ്റ സെറ്റ് കിട്ടണമെങ്കിൽ പേ ചെയ്യണം. കറക്റ്റ് അത് ഫ്രീ അല്ല. ഓക്കെ അങ്ങനെ. അതൊരു ബേറ്റഡ്. അത് എനിക്കൊന്ന് ഗൂഗിൾ അത് ഈസിലി ചെയ്യാം. ഗൂഗിൾ ഫിനാൻഷ്യൽസ് നേരത്തെ ഉണ്ടായിരുന്നു. അതാ ഗൂഗിൾ എനിക്ക് തോന്നുന്നു ആ സെർച്ച് കാരണം എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത് അവരുടെ സെർച്ചിന് ഇച്ചിരി ഡിപ്പ് വന്നിട്ടുണ്ട്. പെർപ്ലെക്സിറ്റി ഇൻടു പിക്ചർ ആൻഡ് ഓൾ സെർച്ചിന് അവർക്ക് ഡിപ്പ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇമ്പാക്ട്സ് ദ ഓവറോൾ റവന്യൂ ഓഫ് ഗൂഗിൾ ആസ് എ കമ്പനി. സോ അതവർ എനിക്ക് തോന്നുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ AI മോഡ് ഇൻ സെർച്ച് കൊണ്ടുവന്നു, വിച്ച് ഇസ് വെരി സിമിലർ ടു പെർപ്ലെക്സിറ്റി. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗുഡ് ഓൾസോ ഇൻ വേ, ബിക്കോസ് ഇത്രയും നാളും ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞ ഒരു മോണോപ്പൊളി ആയിരുന്നു. എവിടെ മോണോപ്പൊളി ഉണ്ടെങ്കിലും നമുക്ക് this perplexity being in the picture, now we have choices made. Even ChatGPT coming into as a search extension, that is also a choice. എനിക്ക് ഞാനൊക്കെ സെർച്ച് ചെയ്യുന്ന ഇപ്പൊ മൊത്തം ChatGPT അങ്ങനെയുള്ള ഏരിയസിലാണ്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ അതൊരു ക്വിക്ക് സമ്മറി തരും. ഞാനതാ പറഞ്ഞു, ലൈക്ക് ആ ഒരു ട്രാൻസിഷൻ ഞാൻ ചെയ്തു. ഞാൻ സ്വിച്ച് ചെയ്യും. എനിക്ക് ആക്ച്വലി ഷോർട്ട് കട്ട് ഉണ്ട്. മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ, ChatGPT സെർച്ച് ചെയ്യാൻ, പെർപ്ലെക്സിറ്റി സെർച്ച് ചെയ്യാൻ. അത് പക്ഷേ മറ്റേ റീകാസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട് മാക്കില്. അപ്പൊ അതിന് നമുക്ക് ക്വിക്ക് ലിങ്ക്സ് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അല്ലല്ല, റീകാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. മാക് വേഴ്സിനകത്ത് മറ്റേ സ്പോട്ട്ലൈറ്റ് റീപ്ലേസ് ചെയ്യുന്നത്, മറ്റേ കമാൻഡ് സ്പേസ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഒരു ഫീച്ചർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്യാം, ലൈക്ക് പെർപ്ലെക്സിറ്റി. അപ്പൊ നമ്മൾ ജസ്റ്റ് ടാപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി ക്വയറി, ഓട്ടോമാറ്റിക്. അപ്പം കുറച്ചുകൂടി എർഗണോമിക് ആവും എനിക്ക്. എനിക്ക് ചൂസ് ചെയ്യാം ഏത് എവിടെ സെർച്ച് ചെയ്യണം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ചില സാധനങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ചില സാധനങ്ങൾ ChatGPT ആയിരിക്കും, ചില സാധനങ്ങൾ ക്ലോഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ക്ലോഡിന്റെ ആണെങ്കിലും ക്ലോഡ് എനിക്ക് ഗൂഗിൾ ആയോ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇവന്റ് വെച്ചു. അവര് പക്ഷെ അവരുടെ മോഡൽസ് ഭയങ്കര സൂപ്പറാണ്. ലൈക്ക് ഈ അവര് പുതിയ സോണറ്റും പുതിയ ഓപ്പസും എന്ന് പറഞ്ഞ മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് പല ആപ്സും പല AI ആപ്സും പെട്ടെന്ന് ബെറ്റർ ആയി. ഈവൻ ലവബിളുടെ ഫൗണ്ടർ പറഞ്ഞു അവര് ക്ലോഡ് ലവബിളുടെ കോഡ് ഫിക്സ് ചെയ്തു. കുറെ ബഗ്സ് ഉണ്ടായിരുന്നു, ഫിക്സിംഗ് വാർണിംഗ്സും കുറെ സാധനങ്ങളുണ്ട്. അവർ ഈ പുതിയ മോഡൽ യൂസ് ചെയ്തിട്ട് ലവബിളുടെ പ്രൊഡക്റ്റിന്റെ കുറെ ഫിക്സസ്. ബിക്കോസ് അവർ ഇത് ഇനീഷ്യലി എനിക്ക് തോന്നുന്നു അവർ എഴുതിയത് ഈ ലവബിൾ പ്രോഡക്റ്റ് എഴുതിയത് എനിക്ക് തോന്നുന്നു പൈത്തണോ എന്താണ് വെച്ചോണ്ടായിരുന്നു. എന്നിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്തത് ഗോലാങ്കിലോട്ടാക്കി. എന്നിട്ട് ആ ഒരു മൈഗ്രേഷൻ സമയം ബേസിക്കലി ആ കാര്യങ്ങൾ അവരുടെ, എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ആസ് എ ടീം ദേ വർ നോട്ട് പ്രൊഫഷണൽ ഇൻ ഗോലാങ്. അതുകൊണ്ട് അവർ ബേസിക്കലി കുറെയൊക്കെ ലേണിംഗ് കർവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫിക്സിംഗ് എല്ലാം ഡൂവബിൾ ആക്കിയത് ക്ലോഡിന്റെ പുതിയ മോഡൽ. അതുപോലെ തന്നെ ആന്ത്രോപിക്കിന്റെ മറ്റേ ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞ സാധനം, ടെർമിനൽ ബേസ്ഡ്. അവരത് പ്ലഗിൻസ് ആയിട്ട് ഇപ്പം VS കോഡിലും ബാക്കി ജെറ്റ് ബ്രെയിൻസിന്റെ ഇതിനകത്ത് എല്ലാം കൊടുക്കുന്നുണ്ട്. അവൈലബിൾ ആണ്. കഴ്സറിന് പകരം അവർ കോഡ് എഡിറ്റർ ഉണ്ടാക്കിയില്ല, അതിന് പകരം VS കോഡ് ആണെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്ലോഡ് കോഡ് എന്ന് പറയുന്നത് CLI ഉണ്ട്. അതിനകത്ത് നമ്മൾ ബേസിക്കലി കോഡ് ബേസിനോട് ചാറ്റ് ചെയ്യുന്നതും പിന്നെ ടാസ്ക് കൊടുക്കുന്നതും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ക്ലോഡ് കോഡിനകത്ത്. ദാറ്റ് CLI ടൂളിനകത്ത് അവർ ഈ ഇവന്റിനകത്ത് അവർ SDK കൂടെ ആഡ് ചെയ്തു, ആ പെർട്ടിക്കുലർ ക്ലോഡ് കോഡിന്റെ SDK. അപ്പം അതെ, നമുക്ക് VS കോഡിൽ അതിന്റെ പ്ലഗിൻ. പക്ഷെ എനിക്ക് അറിയത്തില്ല, അത് ഡയറക്ട്ലി കേഴ്സറിന്റെ കോമ്പറ്റീഷൻ അല്ലേ. ക്ലൈൻ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട് VS കോഡിനകത്ത്, അത് മാക്സിമം നല്ലതാണ്. അത് പക്ഷെ നമ്മള് LLM ക്രെഡിറ്റ്സ് വെച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നത്. പ്രൈസിംഗ് മോഡൽ ഇച്ചിരി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ എനിക്കത്ര കംഫർട്ടബിൾ അല്ല. ബിക്കോസ്
നമ്മൾ ക്രെഡിറ്റ്സ് പ്രീപെയ്ഡ് ആയിട്ട് മേടിക്കണം. ക്രെഡിറ്റ്സ് മേടിക്കുന്ന എവിടെ ലൈക്ക് നമ്മൾ ആന്ത്രോപിക്കിന് യൂസ് അവിടുന്ന് മേടിക്കണം. ക്രെഡിറ്റ്സ് മേടിക്കണം. എന്നിട്ട് നമ്മൾ API പ്രൊവൈഡ് ചെയ്യണം ക്ലയന്റിന്. കർസർ ബേസിക്കലി ഈ മോഡലുണ്ട്. പക്ഷെ എനിക്ക് ആ ഫ്ലാറ്റ് പ്രൈസിങ് better. നമുക്ക് സാനിറ്റി ഓഫ് കിട്ടുന്നത് ആ ഒരു മോഡൽ. അപ്പൊ പറഞ്ഞു വന്നത് ക്ലോഡ് കോഡിന്റെ കാര്യം. അപ്പൊ ക്ലോഡ് കോഡ് അവർ SDK ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ക്ലോഡ് കോഡ് ആക്ച്വലി അവര് ഐറ്ററേറ്റ് ചെയ്യുന്നത് ക്ലോഡ് കോഡ് വെച്ച് തന്നെ. ബേസിക്കലി ഡോഗ് ഫുഡ് ചെയ്താണ് അവര് ക്ലോഡ് കോഡ് ബിൽഡ് ചെയ്തത്. ഞാനൊരു മറ്റേ ആന്ത്രോപിക്കിന്റെ CPO ആക്ച്വലി ഇൻസ്റ്റഗ്രാമിന്റെ കോഫൗണ്ടർ. അപ്പം ഞാൻ അയാളുടെ ഒരു പിന്നെ കോൺവെർസേഷൻ കണ്ടായിരുന്നു. ലെനീസിലാണോ എവിടെയോ കണ്ടായിരുന്നു, എനിക്ക് എവിടെയോ കണ്ടു. അപ്പം അതിനകത്തുള്ള 90% ഓഫ് ക്ലോഡിന്റെ കോഡ് റൈറ്റ് ചെയ്യുന്നത് ക്ലോഡ് തന്നെ, ക്ലോഡ് കോഡ് തന്നെ. സോ അങ്ങനെയാണ് ഇപ്പം ആൾക്കാർ ബിൽഡ് ചെയ്യുന്നത്. പുള്ളിയുടെ പെർസ്പെക്റ്റീവ് ഫ്രഷ് ആണ്. അവര് ഒരു ചോദ്യമുണ്ട്, വൈ ഡസ് ഹി വാണ്ട് ടു ജോയിൻ ക്ലൗഡ്. ആ ഒരു ക്വസ്റ്റ്യനാണ് പുള്ളി ആൻസർ കൊടുക്കുന്നത്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ആയിരുന്നു. ലൈക് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഹി വാണ്ട്സ് ടു ബി ഇൻ ദിസ് ന്യൂ എറ. ആൻഡ് ഹി ഫൗണ്ട്സ് ആസ് എ CPO product officer, he finds it very very interesting to be in this particular thing. കാരണം UI മാറി, ആൾക്കാരുടെ റിയാക്ഷൻസ് മാറും, നമുക്ക് അറിയത്തില്ല, അൺനോൺസ് കുറെ ഉണ്ട്, എങ്ങനെ ഫിൽ ചെയ്യണം. അപ്പൊ ഡിസ്കവറി ഓഫ് പ്രോഡക്റ്റ് ഇസ് ലൈക്ക് എ ന്യൂ, യു വിൽ ഹാവ് ടു കോയിൻ ദാറ്റ് വാട്ട് വർക്ക്സ് ഇൻ വാട്ട്. ഇപ്പൊ ബാക്കിയുള്ള അവൻ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും ഓൾറെഡി നമുക്കറിയാം എന്തായിരിക്കും മാക്സിമം എത്ര ഇന്റർഫേസസ് വേണോ നമുക്കറിയാം, ഇല്ല എങ്ങനെ ഒരു ഇന്റർഫേസ് ഇരിക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ AI വന്നേ പിന്നെ the interactions and the experiences have changed a lot. Now it's a time to rethink on the design perspective. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ Firebase Studio കണ്ടായിരുന്നു. Firebase Studio. So that's like kind of ലവബിളുടെ കോമ്പറ്റീറ്റർ പോലെ എനിക്ക് തോന്നുന്നു. ബേസിക്കലി ഇത്രയും നല്ല Firebase ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് ഫോർ സ്മോൾ പർപ്പസസ്. ബട്ട് ഇത് അവരൊന്ന് റീവാമ്പ് ചെയ്തു മൊത്തത്തിൽ. എന്ന് വെച്ചാൽ ലൈക്ക് ഫ്രം ഒരു നോർമൽ നമുക്കൊരു ആപ്പ് ഉണ്ടാക്കണം, ആ ആപ്പിനെ അവർ മെച്യൂർ ചെയ്ത് വന്ന് നമുക്ക് ഡിപ്ലോയും ചെയ്യാം, എല്ലാം ചെയ്യാം. ഫ്രം എൻഡ് ടു എൻഡ് സ്റ്റുഡിയോയിൽ നമുക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഈവൻ ഗൂഗിൾ വേറൊരു സാധനം കൊണ്ടുണ്ടായിരുന്നു, ഗൂഗിൾ ടാസ്ക്സ് ആവും, ഗൂഗിൾ ഫ്ലോ അതെ, ആ ഫ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ലൈക്ക് വീഡിയോ എഡിറ്റർ. അത് വീഡിയോ എഡിറ്റർ. പിന്നെ ഒരു സാധനം ഉണ്ട് അതിൽ പ്രൊഡക്റ്റിന്, അത് ഫ്ലോവിനെക്കാട്ടില്ല, ഫ്ലോ വീഡിയോ എഡിറ്റർ. എനിക്ക് തോന്നുന്നു ടാസ്ക്സ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു സാധനം. അത് നമുക്കിങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ മതി, ലൈക്ക് ഐ വാണ്ട് ഡു ദിസ് പർട്ടിക്കുലർ ടാസ്ക്. എന്തോ ഒരു ഓട്ടോമേഷൻ ഏജന്റ് ആണോ, ഏജന്റ് മോഡ്. എനിക്ക് ബേസിക്കലി ഏജന്റ് മോഡ് എന്ന് പറയുന്ന സാധനം ജെമിനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അത് വെബില് ബ്രൗസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ടു ഫൈൻഡ് an apartment, my budget is this much in this particular area. അപ്പൊ അത് പോയി വെബ് സെർച്ച് ചെയ്ത് പിന്നെ കൂടുതൽ എന്തൊക്കെയോ ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ തിങ് ബേസിക്കലി ഒരു അസിസ്റ്റന്റ് പോലെ ഒരു ഗൂഗിളിന്റെ വേറെ ടൂൾസിലോട്ട് കണക്ട് ചെയ്ത് ഫുൾ ടാസ്ക് മൊത്തം നമുക്ക് എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് തരും. അതൊരു ഓട്ടോമേഷൻ റിലേറ്റഡ്. അത് എന്തോ ഗൂഗിൾ ഈ പറഞ്ഞ ലൈക് ടാസ്ക്, കാലണ്ടർ, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് തരും. അപ്പൊ അത് ഓർക്കുന്നില്ല പ്രോഡക്റ്റിന്റെ പേര്. ഇറ്റ് സൗണ്ടഡ് ഇൻട്രസ്റ്റിംഗ്. അത് എനിക്കൊരു വൺ ഓഫ് ദ പ്രോമിസിംഗ് പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഗൂഗിൾ എന്താണ് പറയുന്നത്, ലൈക് മോർ ദാൻ ദ വീഡിയോ ജനറേഷൻ പാർട്ട് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. ഫോർ മീ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ഹാവ് ഗുഡ് തിങ് എന്ന് വെച്ചാൽ, ഒന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഗൂഗിളിന്റെ ഓട്ടോമേഷൻ ഓഫ് ടാസ്ക്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോപ്പിങ്ങിന്റെ ഇത് രണ്ടുമാണ് എന്റെ ക്യാച്ചി തിങ്. പിന്നെ ക്ലോഡിന്റെ അനൗൺസ്മെന്റ്സ് എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ബിക്കോസ് വെൽ പ്ലാൻഡ് അല്ല ഇവന്റ്. പക്ഷെ അവരെന്ത് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. അല്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ക്ലോഡ് യൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഡൗൺ ടൈം കണ്ടിട്ടുള്ളത് ക്ലോഡിന്. ചിലപ്പോൾ ഞാൻ ക്വയറി ചെയ്യുമ്പോൾ അത് ഔട്ട് ഓഫ് കപ്പാസിറ്റി. ഞാൻ ആക്ച്വലി പ്രോ പ്ലാനിനകത്ത്, എന്നാലും അത് ഔട്ട് ഓഫ് കപ്പാസിറ്റി. ചിലപ്പം റെസ്പോണ്ട് ചെയ്യത്തില്ല.
അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ക്ലൗഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഓ ഓക്കെ. അങ്ങനെ ഞാൻ ഔട്ട് ഓഫ് കപ്പാസിറ്റി ഞാൻ ഇടയ്ക്ക് ട്വീറ്റ് ആയിരുന്നു വൈ ഇസ് ക്ലൗഡ് ഓൾവേസ് ഡൗൺ എന്നോ അങ്ങനെ എന്തോ ഒരു ട്വീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ അത് എക്സ്പീരിയൻസ് ചിലപ്പോ എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, എനിക്കറിയില്ല. ബട്ട് യാ ഓവറോൾ എനിക്ക് പ്രൊഡക്റ്റ് വൈസ് എനിക്ക് ഇച്ചിരി ഒരു റിഫൈൻഡ് ആയിട്ട് തോന്നിയതും ഒരു എനിക്ക് ഇച്ചിരി ഹാപ്പിനെസ് തോന്നിയ പ്രൊഡക്റ്റ് ക്ലോഡ്. ഇന്റർഫേസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഓഫ് എനിക്ക് കിട്ടുന്ന റിസൾട്ട്. കാരണം അവരാണ് ആദ്യമേ ഇത് പുഴുങ്ങിയത്. ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് ആ സൈഡില് ജനറേറ്റ് ചെയ്ത് റെൻഡർ ചെയ്യും ആർട്ടിഫാക്ട്സ്. അത് റെൻഡറും ചെയ്യും ആർട്ടിഫാക്ട്സിനെ. അപ്പൊ അത് GPT ഓപ്പൺ ചാറ്റ് GPT ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാം ട്രാക്ക് ചെയ്യും. 6 വേർഷൻസ് ജനറേറ്റ് 6 വേർഷൻസും നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു പ്രൊഡക്റ്റ് വൈസ് ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഇറ്റ്സ് എ നൈസ് പ്രോഡക്റ്റ്. ഇൻസ്റ്റാഗ്രാമിന്റെ CPO അത് പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ വീക്ക് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ്സ് സ്പൈക്ക് ചെയ്യും കുറെ. ജനറലി ഈ ഒരു ടൈം ഭയങ്കര എനിക്കും അതാ തോന്നി. നമ്മള് കറക്റ്റ് ടൈമിലായിരിക്കും. കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, കുറെ കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സെയിം ടൈം. സം തിങ്സ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവര് ഇടുന്ന ഡെമോ ഒക്കെ കാണുമ്പോൾ ഞെട്ടാറുണ്ട്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് സമയമുണ്ട്. റെക്കോർഡിംഗ് സമയത്ത് എനിക്ക് WWDC വരുന്നതേ ഉള്ളൂ ആപ്പിളിന്. പക്ഷെ എനിക്ക് അറിയില്ല ആപ്പിൾ എന്തോ ചെയ്യുന്ന. ആപ്പിൾ ഇന്റലിജൻസ് എന്തോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റിയില്ല ആപ്പിൾ ഇന്റലിജൻസ്. അത് ആപ്പിൾ എനിക്കൊന്നും. പക്ഷെ അതും ടൈഡ് അപ്പ് വിത്ത് ഓപ്പൺ AI. ഗൂഗിളിന് ആക്ച്വലി നെയിമിംഗ് ഭയങ്കര ഹാർഡാ. എനിക്ക് ആപ്പിൾ നെയിമിംഗ് ഭയങ്കരമായിട്ട് അതെ, ബിക്കോസ് AI അവർ ആപ്പിൾ ഇന്റലിജൻസ് അത് സില്ലി ആയിട്ട് എനിക്ക് തോന്നുന്നു. ആപ്പിൾ ഇന്റലിജൻസ് അല്ലേ, അതൊരു ശരിയാണ്. അത് ഞാൻ AI അതെ മനസ്സിലായി. അതാണല്ലോ ചെയ്യുന്നത്. ഓരോ സാധനം എടുത്തിട്ട് അവരുടെ പേര് കൊടുക്കും. അല്ല അത് മാത്രല്ല പ്രോഡക്റ്റിന്റെ ആ ഒരു ഫിനിഷും അവരത് പ്രീമിയം ആക്കി അങ്ങ് മേക്ക് ഇറ്റ് ലുക്ക് വെരി പ്രീമിയം. എന്ത് ഇറക്കിയാലും അവരുടെ എക്സ്പീരിയൻസും പ്രീമിയം ഭയങ്കര പ്രീമിയം കാറ്റഗറി ആയിട്ട് തോന്നാറ്. അവരുടെ അൺബോക്സിംഗ് തന്നെ ആൾക്കാർ അത് ആ ഒരു ലക്ഷറി ഫീലിംഗ് എത്തിക്കണം എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് നോക്കാം എന്താണ് അവര് പുതിയതായിട്ട് വരുന്നതെന്ന്. അവരുടെ കീനോട്ടും നമുക്ക് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂല് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗൂഗിൾ I/O ഇവന്റിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ കമന്റ്സിന്റെ കൂടെ. നമുക്കൊന്ന് അറിയാലോ, പഠിക്കാം വാട്ട് ഇസ് ദ തോട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി വി വൺസ് ഇത് എനിക്ക് തോന്നുന്നു ഇനി ഇത് വേൾഡ് വൈഡ് അവരൊരു റിലീസ് കൊടുക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മള് ന്യൂസ് പറയാൻ അല്ലെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു ട്രൈ ഔട്ട് ചെയ്യണം തോന്നിയത് കുറെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഇത് ഡിഫറെന്റ് ആയിരിക്കും. കുറെ കാര്യം അവർ അനൗൺസ് ചെയ്തായിരുന്നു. ഡാർക്ക് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദ ടെക് സ്പേസ് ആണെങ്കിൽ പോലും അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പം എനിക്കത് അത്രേ ഉള്ളൂ. ഈ എപ്പിസോഡ് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ ഫീഡ്ബാക്സും നമ്മളെ അറിയിക്കുക. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ വൺസ് അഗൈൻ നമുക്ക് എങ്ങനെയാ നമ്മൾ പോലെ Okay, see you.